പോലീസിന്റെ നോട്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ കൃത്യമായ ഐ.ടി ആക്ട് ദുരുപയോഗം എന്ന് പറയാവുന്ന കാര്യമാണ്. അത് ഐ.ടി ആക്ടിന്റെ സെക്ഷൻ 79(3)(b) വെച്ചിട്ടാണ് അവർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് അശ്ലീലം, മാനഹാനി, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ യഥാർത്ഥമാണെന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഷെയർ ചെയ്തത് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുന്നത്? ഡോക്യുമെന്റ് വ്യാജമല്ല, ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്തതല്ല, CEO തന്നെ ക്ലറിക്കൽ എറർ ആണെന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിലെന്താണ് അൺലോഫുള്ള്? അപ്പോൾ നോട്ടീസിൽ പറയുന്നത് പോലെ തന്നെ ബ്ലാറ്റൻലി ഇൻസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷനെ അപമാനിച്ച് ഡോക്യുമെന്റ് ഷെയർ ചെയ്തവരാണോ അതോ BJP-യുടെ സീൽ വെച്ച് കത്ത് എല്ലാ പാർട്ടികൾക്ക് അയച്ച ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് തന്നെയാണോ? അപമാനം ചെയ്യുന്നത് തെറ്റ് സംഭവിക്കുമ്പോഴാണ്, ചൂണ്ടിക്കാണിക്കുമ്പോഴല്ല. അതുപോലെ തന്നെ നോട്ടീസിൽ പറയുന്നുണ്ട് അണ്ടർമൈനിങ് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഡോക്യുമെന്റിൽ BJP സീൽ കണ്ടതും മതസൗഹാർദ്ദവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ ചോദ്യമാണ്, മതപരമായ വിഷയമല്ല. പോലീസ് ഒരു ലീഗൽ ടൈം ദുരുപയോഗം ചെയ്തിട്ട് സെൻസർഷിപ്പ് നടത്തുകയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ സമാനമായ കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോയുടെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് കരുതണമോ? ഞാൻ ആ വിഷയം ഫോളോ ചെയ്തിട്ടില്ല, എനിക്ക് അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി കമന്റ് ചെയ്യാം. അനുവർ, ഉണ്ടായ സംഭവം ഇതാണ്. VD സതീശന്റെ ഒരു വീഡിയോയ്ക്ക് കീഴെ ഹേറ്റ് കമന്റ്സ് കണ്ടു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് സൈബർ പട്രോളിങ്ങിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തി. ആ കമന്റ്സ് നീക്കം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മെറ്റ എന്ത് ചെയ്തു? മുഴുവൻ വീഡിയോ അങ്ങ് പിൻവലിച്ചു. അത് വലിയ വിവാദമായി. VD സതീശന്റെ ഈ അഭിമുഖം പിൻവലിച്ചത് രാഷ്ട്രീയമായി ഭയന്നുകൊണ്ട് ഭരണകൂടം ചെയ്തതാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇപ്പോൾ സാങ്കേതിക പ്രശ്നമാണെന്ന് പറയുന്നു. കമന്റ് നീക്കുന്നതിന് പകരം കണ്ടന്റ് അങ്ങനെ നീക്കി അത് വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ വരുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ, ഈ പ്ലാറ്റ്ഫോമുകൾക്ക് അധികാരം എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് പ്ലാറ്റ്ഫോം അധികാരം പോലീസ് ദുരുപയോഗം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പ്ലാറ്റ്ഫോമുകൾക്ക് കൃത്യമായ അക്കൗണ്ടബിലിറ്റി എന്തും എങ്ങനെയും നീക്കം ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ പോലീസ് അതിൻ്റെ എങ്ങനെ പ്ലാറ്റ്ഫോമുകളെ കൊണ്ട് പിൻവലിപ്പിക്കാം എന്ന രീതിയിൽ വളരെ കൃത്യമായ ജുഡീഷ്യൽ റിവ്യൂയോട് കൂടി മാത്രം പിൻവലിക്കുക എന്ന് പറഞ്ഞ തീരുമാനങ്ങളുടെ സെൻസർഷിപ്പ് നടത്തുക തീരുമാനങ്ങൾ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അവിടെ നിന്ന് അൺഒഫീഷ്യൽ ടേക്ക് ഓവറിലേക്ക് പോകുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ ഇപ്പം അടുത്ത കാലത്ത് എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ കൂടിയും പോലീസിന്റെ നോട്ടീസിൽ കൂടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിന്റെ മീതെ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത് കൊണ്ടുവരാൻ സെൻട്രൽ ഗവൺമെന്റിനും താല്പര്യമില്ല, നമ്മുടെ പോലീസുകാർക്കും താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ ആശയപ്രകാശന സ്വാതന്ത്ര്യത്തിന്റെ മീതിയുള്ള തീരുമാനങ്ങളുടെ കൺട്രോൾ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ഇല്ലായ്മയായി പോകുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം വലിയ ചോദ്യമാണ്. പണ്ട് 66A കാലത്ത് സുപ്രീം കോടതി വെച്ച ഗൈഡ് ലൈൻസ് ഒന്നും ഒരുപാട് പിന്നോട്ട് പോകല് ഈ കഴിഞ്ഞ കൊല്ലങ്ങൾക്കൂടെ, കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമുള്ള അനിവാർ ഉണ്ടായത് ഈ കണ്ടന്റ് നീക്കം ചെയ്യാനുള്ള സമയപരിധി പോലും കുറച്ചു. അത് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ഇപ്പോ ഇതിനൊപ്പം തന്നെ നമ്പർ ഓഫ് വെബ്സൈറ്റുകൾ ഇന്ത്യ സെൻസർ ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെൻസർ ഇന്ന് ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ മീതെ ഇന്ത്യയുടെ സെൻസർഷിപ്പ് നിയമങ്ങളും പ്ലാറ്റ്ഫോമുകളുടെ ടേക്ക് ഡൗണുകളും വെബ്സൈറ്റുകളുടെ ടേക്ക് ഡൗണുകളും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. ഇത് മുഴുവനാണല്ലോ ജനാധിപത്യ രാജ്യം നമ്മൾ പറയുമ്പോൾ തന്നെയും പ്രസ് ഓഫ് ഫ്രീഡം ഇൻഡെക്സിൽ താഴേക്ക് പോകുന്നു. ഫ്രീഡം ഇന്റർനെറ്റിന്റെ മീതുള്ള സെൻസറിങ്ങുകൾ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഇതുപോലെ കരൺ സൈനിയുടെ വക റിപ്പോർട്ട് പുറത്തുകൊണ്ടിരുന്നത് എത്ര വെബ്സൈറ്റുകൾ ഇന്ത്യ സെൻസർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പ്ലാറ്റ്ഫോമുകൾക്ക് അമിതാധികാരം കൊടുക്കുകയും ബിഗ് ടെക്കിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന പോളിസി എടുക്കുകയും ചെയ്യുമ്പോൾ തന്നെയും ബിഗ് ടെക്കിനും പോലീസിനും തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാവുന്ന ഒരു സഹവർത്തിത്വ പരിപാടി ഉണ്ടാവുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ജനാധിപത്യ ഭീഷണിയാണ്. അത് വേറൊരു ചർച്ചയും കൂടിയാണ്.